السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, COVID-19 എന്ന മഹാമാരിയുടെ പിടിയിലാണ് ലോകം ഇന്ന് നിലകൊള്ളുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഒരു വിശ്വാസി കൈക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഈ ഒരു സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, ഏതൊരു പരീക്ഷണങ്ങൾ വരുമ്പോഴും ക്ഷമിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. പേടി കൊണ്ടും അതേപോലെ തന്നെ പട്ടിണി കൊണ്ടും ധനനഷ്ടം കൊണ്ടും വിഭവനഷ്ടം കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. വബശ്ശിരി സ്വാബിരീൻ, നബിയെ, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നതാണ്. അപ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മനുഷ്യൻ ക്ഷമിക്കുകയാണ് എങ്കിൽ അവന് ധാരാളം നേട്ടങ്ങളുണ്ട് എന്നാണ് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും തവക്കുലുമായിരിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 51-ാമത്തെ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നബിയെ പറയുക, ഞങ്ങൾക്ക് യാതൊന്നും ബാധിക്കുകയില്ല, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ മേൽ എഴുതി വെച്ചതല്ലാതെ. ഹുവ മൗലാന, അവൻ ഞങ്ങളുടെ യജമാനനാണ്. അതുകൊണ്ട് വിശ്വാസികൾ അവനിലാണ് ഭരമേൽപ്പിക്കേണ്ടത് എന്നതാണ് വിശുദ്ധ ഖുർആൻ 2-ാമതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 3-ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അത് പ്രാർത്ഥനയാണ്. നിരന്തരമായി റബ്ബിലേക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിഷ്കളങ്കമായി വിനയാന്വിതനായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഏതൊരു പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ മാ യഅ്ബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബതും ഫസൗഫ യകൂനു ലിസാമ. നബിയെ പറയുക, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്? പക്ഷേ നിങ്ങളത് നിഷേധിച്ച് തള്ളിയിരിക്കുകയാണ്. ആ നിഷേധിച്ച് തള്ളിയതിൻ്റെ ഫലമായി അതിൻ്റെ ശിക്ഷ അവന് അനിവാര്യമായിരിക്കുകയും ചെയ്യും. അപ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 4-ാമതായി നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ഇബാദല്ലാഹ് തദാവൗ, അള്ളാഹുവിൻ്റെ അടിമകളെ, നിങ്ങൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തുക. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗവും ഇറക്കിയിട്ടില്ല, അതിനുള്ള മരുന്നും ഇറക്കിയിട്ടല്ലാതെ എന്ന്. അപ്പോൾ അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഡോക്ടർമാർ ഏതൊരു നിർദ്ദേശമാണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ആ നിർദ്ദേശം നമ്മൾ ജീവിതത്തിൽ കൈക്കൊള്ളുക. നാഥൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. دعاة للهدى دنيا ودينا على منهج خير المرسلين، وبالحسنى نشق سبيل رشد إلى جنات رب العالمين.